മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാന വേദിയിൽ തന്നെയാണ്. മനുവോട് പറഞ്ഞു വന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമർശനങ്ങളൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമവും അത് നമുക്ക് ബോർഡ് മെമ്പർ അജി മെമ്പറോട് ബോർഡ് ദേവസ്വം ബോർഡ് മെമ്പർ അജി മെമ്പറോടൊപ്പം ചേരുകയാണ്. മെമ്പർ, ഒരുക്കങ്ങളെല്ലാം അവസാനം നല്ല ഭംഗിയായി മുമ്പോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഡെലിഗേറ്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു 9:30 ആകുമ്പോഴത്തേക്ക് മുഴുവൻ പേരും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിക്ക് തന്നെ, കൃത്യം 10 മണിക്ക് തന്നെ നമ്മൾ സംഗമം ആരംഭിക്കും. ഇപ്പോൾ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 4000 പേർക്കാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5000 പേർക്ക് ഉച്ചഭക്ഷണവും രാത്രിയിൽ 4000 പേർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പ്രത്യേകം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു പഴകിടം ടച്ച് ആ ഭക്ഷണ കാര്യത്തിലുണ്ടാവും. എല്ലാ ക്രമീകരണങ്ങളും കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. സംഗമത്തിന് ആരംഭിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും എല്ലാം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദേവസ്വം ബോർഡ് മെമ്പറാണ്, തിരുവനന്തപുരം ദേവസ്വം ബോർഡ് അജിയാണ് സംസാരിച്ചത്. അപ്പം ചേട്ടൻ എവിടെ നിന്നുള്ള ആളാണ്? ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് വളരെ സുതാര്യമായി ഈ സെലക്ഷൻ നടന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിൽ പങ്കെടുക്കാനൊരു അവസരം കിട്ടിയത്. വളരെയേറെ സന്തോഷമുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തോടൊപ്പം തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെയും വികസനം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്രയും ഒരു പരിപാടി സംഘടിപ്പിച്ച ദേവസ്വം ബോർഡിനും ഇതിന് നേതൃത്വം നൽകുന്ന കേരള സർക്കാരിനും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അത്രയേറെ സന്തോഷമുണ്ട്. വളരെ സുതാര്യമായിട്ടുള്ളതാണ് എനിക്ക് ഈ അഡ്മിഷൻ കിട്ടിയത്. അതെ 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 ഈ അയ്യപ്പ സംഗമം ഇത് എങ്ങനെയാണെന്നുള്ള കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അയ്യപ്പനും അതോടൊപ്പം തന്നെ വളരെ സുതാര്യമായതുകൊണ്ടാണ് എൻ്റെ സെലക്ഷൻ തന്നെ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. പോകും. ഈ ഹരിവരാസനവും പാടിക്കഴിഞ്ഞ് നാളെ രാവിലത്തെ നിർമ്മാല്യ ദർശനം കണ്ടതിന് ശേഷമായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. വളരെ അയ്യപ്പ ഭക്തന്മാർക്ക് വളരെയേറെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. ഇത് വളരെയേറെ സന്തോഷം. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം വലിയ സന്തോഷമാണ്. നമുക്ക് കൂടുതൽ ഡെലിഗേറ്റ്സ് ചോദിക്കാം. എവിടുന്ന്? My name is Selvaraju. We are from Malaysia. We came by invitation with my president. This is my president, Mr. Yoraja. We are from Malaysia, Ayyappa Seva Sangam. Malaysia. Yeah. Okay. Are you happy with this Ayyappa Sangam? Yes, definitely. We are invited. Andhra Pradesh, Centrapudi. Namaskaram. I am from Malaysia. TDB invited us to join this Agola Ayyappa Sangamam. We came for join here to upcoming our devotees problems to solve betterment for devotees. All over in the world Ayyappa devotees be a betterment. തീർച്ചയായിട്ടും മനു, മലേഷ്യയിൽ നിന്ന് അയ്യപ്പ വിശ്വാസികളാണ്, വിശ്വാസികളാണ് അവരുടെ അതിൻ്റെ ആളുകളാണ്. തെലങ്കാനയിൽ നിന്ന് ആൾ ചോദിക്കുന്നു. AP Andhra Pradesh. I am Chandrapudi, Guru Swami Rambabu, and beautiful Ayyappa Swami సన్నిధానం చాలా బాగుంది. స్వామి శరణం అయ్యప్ప, స్వామియే శరణం అయ్యప్ప. മനു, തെലങ്കാനയിൽ നിന്നെത്തിയ വിശ്വാസികളാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ ആഗ്രഹം അവർ പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും നമ്മളിവിടെ എത്തുമ്പോൾ എല്ലാ ആളുകളും പൂർണ്ണമായി സംതൃപ്തരാണെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ദേവസ്വം ബോർഡ് ലക്ഷ്യം വെച്ചിരുന്നത്. ആ ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യം അത് പ്രാപ്തിയിലേക്ക് കടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് മറ്റ് 2 വേദികളിലൂടെയും സമാന്തരമായി 3 ചർച്ചകളാണ് നടക്കുക. ഒന്ന് ഈ വേദിയിൽ വെച്ചാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ്റെ ചർച്ചയും മറ്റടുത്ത ക്രൗഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചയുണ്ടാകും. ഇതിലെല്ലാം തന്നെ പങ്കെടുക്കാൻ വേണ്ടി സാധാരണക്കാരായ തീർത്ഥാടകർ, അയ്യപ്പ ഭക്തർ എത്താൻ സാധിച്ചു എന്നാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവെക്കുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. ഈ സുതാര്യമായ പ്രക്രിയയിലൂടെ കാര്യങ്ങൾ നടന്നതുകൊണ്ട് മാത്രമാണ് അവർക്കിവിടെ എത്താനും ഈ തീർത്ഥാടനത്തിൽ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കാളികളാകാനും സാധിച്ചു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. കാരണം എത്തുന്ന തീർത്ഥാടകർ, നമ്മൾ കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടത്തിൽ നമ്മൾ രാവിലെ മോർണിംഗ് ഷോ ലൈവ് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ തീർത്ഥാടകർ അതിനോടൊക്കെ പ്രതികരിച്ച് അതിന് സമാനമായ രീതിയിലാണ് ഇത് ഞാൻ ഈ ഫങ്ഷൻ
വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. മാത്രവുമല്ല അയ്യപ്പ ഭക്തന്മാർക്ക് നാളെയുടെ വികസനത്തിൻ്റെ ഒരു പാന്താവ് വെട്ടി തുറക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും പ്രതിനിധികൾ ഇതിനകത്ത് വരുവാനും മാത്രവുമല്ല ഇതിനെതിരെയുള്ള പ്രവർത്തിക്കുന്ന ആളുകളുടെ എല്ലാം വായി മൂടിക്കെട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. വളരെ മനോഹരം. മാത്രമല്ല ഇത് തിരുപ്പതി പോലെ ഭക്തജനങ്ങൾ അയ്യപ്പനെ കാണാൻ വരുമ്പോൾ, ശബരിമല ദർശനത്തിന് വരുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിൽ ഒത്തിരി മുന്നേറ്റമുണ്ടാകണം. അതിനുള്ള ചൂണ്ടുവലകയായി ഈ അയ്യപ്പ സംഘം മാറേണ്ടിയിരിക്കുന്നു. അത് മാറും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മുൻ മെമ്പർ. ഞങ്ങൾ വീരശൈവ സഭ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ, കർണാടകത്തിൽ ലിംഗായത്ത് എന്നറിയപ്പെടുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ 6 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ വീരശൈവ മഹാസഭയുടെ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ സംസ്ഥാന ഘടകമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും. എല്ലാം പിന്തുണയും ഈ ആഗോള അയ്യപ്പ സംഘം. തീർച്ചയായിട്ടും. അതായത് ഞങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ശബരിമല ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഓരോ ദിവസവും ചെല്ലുന്തോറും വരണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1976 ബ്രാക്കുളം ബാസി എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ ജ്യോതി പ്രയാണം തമിഴ്നാട്ടിലൊക്കെ ചെന്നതിന് ശേഷമാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകൾ വരാൻ ഇവിടെ സാഹചര്യം ഉണ്ടായത്. അതാണ് ഇന്ന് കാണുന്ന ഈ വികസനത്തിൻ്റെ ഈ ഭക്തജനകോടികളുടെ വരവിൻ്റെ അടിസ്ഥാനം 1967. മുന്നോട്ട് പോകാൻ ഈ സംഗമം സഹായകരമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സംഘം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതുവരെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയ്ക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം ഉപകരിക്കുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നമുക്ക് കൂടുതൽ ആളുകളോടും പ്രതികരണം ആരായുന്നതാണ്. നിങ്ങളെല്ലാം വലിയ ഒരു സന്തോഷത്തിൽ തന്നെ ഒരു ആയിരിക്കുമല്ലോ പങ്കെടുക്കാൻ സാധിച്ചത്. അതെ, തീർച്ചയായിട്ടും സന്തോഷം. ഞാൻ ഒരു സംസ്ഥാന സഭയുടെ പ്രസിഡൻ്റാണ്. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം ഇതം പ്രഥമമായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും അതിന് നൽകുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇപ്പോൾ ഞാനും സീസണിലല്ലാതെ ഞാനിവിടെ വന്നിട്ടുണ്ട് സ്വാമിയെ തൊഴാൻ. അപ്പോൾ സീസണിലല്ലാതെയും എല്ലാ മാസവും കുറച്ച് ദിവസങ്ങൾ നട തുറന്നിരിക്കാറുണ്ട്. അപ്പോൾ പക്ഷെ പുറത്ത് സീസണിനെക്കുറിച്ച് മാത്രമേ അറിയാവൂ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാമിയെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു തന്നെ വരികയാണ്. ആഗോളതലത്തിന് പ്രാധാന്യം ഉണ്ടാവണം. അപ്പോൾ ഇന്ത്യയിലെ തന്നെ പല ഇതുപോലെയുള്ള ആത്മീയ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ധാരണ മറ്റു പുറം രാജ്യങ്ങളിലുള്ളതുപോലെ നമ്മുടെ സ്വാമിയെക്കുറിച്ചും ഈ ശബരിമലയെക്കുറിച്ചും വേണ്ടത്ര തരത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഉണ്ടാവുന്നതിന് വേണ്ടുന്ന നടപടി തീർച്ചയായും അനിവാര്യമാണ്. അത് വളരെ നന്നായി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ എല്ലാ പിന്തുണയും ഉണ്ടാകും. ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ, ഇതിനകത്ത് ഈ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ല. എല്ലാവരും ഒരുമിച്ച്, കാരണം ഇത് ഭഗവാന്റെ കാര്യമാണ്. ഇത് ഭക്തജനങ്ങളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം. നല്ലത് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം. മുൻകാലങ്ങളിൽ എന്തെങ്കിലും സഹകരിക്കേണ്ടതായിരുന്നു. തീർച്ചയായും എല്ലാവരും സഹകരിക്കാൻ വേണം. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഈ ആഗോള അയ്യപ്പ സംഘം സഹകരിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും സഹകരിക്കേണ്ടത് തന്നെയായിരുന്നു. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ, മുൻകാലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇനിയും പരിഹരിച്ച് തീർച്ചയായും ഇവിടെ ചൂണ്ടിക്കാണിച്ച് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായും കഴിയുമല്ലോ. ആ അവസരമാണ് നഷ്ടമാക്കിയ ചില ആളുകൾ. അതെ, അത് ചില ആളുകളൊക്കെ അത് നഷ്ടപ്പെടുത്തി. തീർച്ചയായിട്ടും നമുക്ക് ഇത് വളരെ നല്ലൊരു സംരംഭമാണ്. വളരെയധികം ഈ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ഞങ്ങൾ അങ്ങറ്റം അഭിനന്ദിക്കുകയാണ്.